ദിവസമൊക്കെ ഈ അടിയോടടി, അത് ഈ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും സർക്കാരും തമ്മിലുള്ള ബഹളം, അവിടെ ടെസ്റ്റിന് വരുന്നവരെ തിരിച്ചയക്കൽ, അതൊക്കെയാണ് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ പുതുക്കിയ പരിഷ്കാരങ്ങളിൽ സമരം തുടരുന്നതിനിടെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെ ഗതാഗത മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചു എന്നുള്ള ന്യൂസ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നാളെ വൈകിട്ട് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. എല്ലാ സംഘടനകളെയും ചർച്ചയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അശ്വിൻ ഡിയാഗോ നൽകും കൂടുതൽ വിവരങ്ങൾ. അശ്വിൻ ഡിയാഗോ, വെരി ഗുഡ് ഈവനിങ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലും സമരക്കാരുടെ ഇടയിലുമൊക്കെയായി അശ്വിനും തിരക്കിലായിരുന്നല്ലോ. സമരം തീരാനുള്ള വഴിയൊരുങ്ങുകയാണോ? പരിഷ്കാരങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭേദഗതി വരുത്തി ഈ സമരം തീർക്കാൻ മന്ത്രി മുൻകൈയെടുക്കുകയാണോ അശ്വിൻ? സുജിയ, കഴിഞ്ഞ 13 ദിവസമായി സംസ്ഥാനത്തുടനീളം ഈ പുതിയ പരിഷ്കരിച്ചുള്ള തീരുമാനത്തിനെതിരെ, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് നടന്നിരിക്കുന്നത്. ഇന്നലെയാണ് ഈ ഗതാഗത മന്ത്രി വിദേശയാത്ര കഴിഞ്ഞ് തിരിച്ച് എത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. അതായത് നാളെ വൈകുന്നേരം 3 മണിക്ക് ഈ സംഘടനകളുമായി ഒരു ചർച്ച നടത്താനാണ് മന്ത്രി തീരുമാനിച്ചിട്ടുള്ളത്. നാളെ ഇവരിവിടെ എല്ലാ സംഘടനകളെയും, ഈ സമരം ചെയ്യുന്ന എല്ലാ സംയുക്ത സമിതിയുടെ എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരു ചർച്ച നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മന്ത്രിയുടെ ചേംബറിലായിരിക്കും നാളെ വൈകുന്നേരം ഈ ചർച്ച നടത്തുക. ഈ ചർച്ചയിൽ നമുക്ക് മനസ്സിലാകുന്നത്, ഈ ഒരു പരിഷ്കാരത്തിൽ നിന്ന് ഈ സർക്കാർ പിന്നോട്ട് പോകുമോ, ഈ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ എന്നതാണ് അറിയേണ്ടത്. ഈ സർക്കുലർ പിൻവലിക്കുന്നത് വരെ, അതായത് ഈ വിവാദ സർക്കുലർ 4/2023 പിൻവലിക്കുന്നത് വരെ ഈ സമരവുമായി മുന്നോട്ട് പോകും എന്നൊരു നിലപാടിലായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന ആ ഒരു സംഘർഷഭരിതമായ ഈ നിമിഷങ്ങളെല്ലാം ഈ ഒരു ചർച്ചയോടുകൂടി അവസാനിക്കുമോ എന്നാണ് അറിയേണ്ടത്. നേരത്തെ തന്നെ 23-ന് CIT-യുമായി ഒരു ചർച്ച നടത്താൻ മന്ത്രി തീരുമാനിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നാളെ തന്നെ ഇത്തരത്തിൽ ഈ ഒരു വിഷയത്തിൽ അടിയന്തര ഇടപെടൽ എന്നോണം മന്ത്രി ഇടപെടുന്നത്. ഈ സമരക്കാർ പറയുന്നത് ഈ ഒരു ഇളവുകളല്ല അവർക്ക് ആവശ്യം, മറിച്ച് ഈ ഒരു സർക്കുലർ പൂർണ്ണമായും റദ്ദാക്കണം. അതായത് ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ 2 സൈഡും ക്ലച്ചും ബ്രേക്കും വരുന്ന വാഹനങ്ങൾ അത് ടെസ്റ്റിന് ഉപയോഗിക്കാൻ അനുവദിക്കണം. മാത്രമല്ല, ഈ 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ അതിലും ടെസ്റ്റ് നടത്താൻ അനുവദിക്കണം എന്നൊരു ആവശ്യം തന്നെയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ ഈ ഒരു സാഹചര്യം, പിന്നെ മറ്റൊന്ന്, ഈ ആളുകളുടെ എണ്ണം, ഈ പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കണം എന്നൊരാവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നാളെ വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കുന്ന ഈ ഒരു ചർച്ചയിൽ നിർണായക ചർച്ച എന്ന് തന്നെ ഇതിന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം കുറെ നാളുകളായി സ്ലോട്ട് കിട്ടിയ ആളുകളും വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നമ്മുടെ മുന്നിൽ. അശ്വിൻ ഡിയാഗോ അതേക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. സ്ലോട്ട് കിട്ടി, ഇന്നും 40 സ്ലോട്ട് അലോട്ട് ചെയ്യുന്നു മുട്ടത്തറയിൽ, പക്ഷേ ആരും പങ്കെടുക്കാൻ എത്തുന്നില്ല. അതായിരുന്നു നമ്മൾ കണ്ട സാഹചര്യം. ഒരു തവണ സ്ലോട്ട് അനുവദിച്ചാൽ പിന്നീട് 6 മാസം കഴിഞ്ഞ് അടുത്ത സ്ലോട്ട് തരൂ എന്നൊക്കെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടായിരുന്നു. പ്രശ്നം നാളെയോടെ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ അടുത്ത പ്രശ്നത്തിലേക്ക് പോവുകയാണ്.